ബീഫ് കഴിക്കാറുണ്ടോ? ബീഫ് എന്ന് പറഞ്ഞാൽ പശു ഇറച്ചിയാണ്. അതെ. പശു ഇറച്ചിയായിട്ട് ഞാൻ കഴിക്കാറില്ല. ഗോമാതാവ് എന്നൊരു കൺസെപ്റ്റ് ഇല്ലേ? എന്റെ അമ്മയുടെ പേര് വസന്തകുമാരി എന്നാണ്. ഗോമാതാവല്ല, ഗോ എനിക്ക് മാതാവായിട്ട് തോന്നിയിട്ടില്ല. ബാബാജിമാർ അല്ലെങ്കിൽ ഈ ഒരു ആത്മീയ പാത പിന്തുടരുന്ന ആൾക്കാർ വെജിറ്റേറിയൻസ് ആയിരിക്കും എന്നുള്ളത് അത് എത്രത്തോളം സത്യമാണ്? അത് വെജിറ്റേറിയൻ കഴിച്ചാൽ മാത്രമേ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ എന്ന് കരുതുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഭക്ഷണം വേണം. അത് ആരോഗ്യം. വെജിറ്റേറിയൻ ആണോ? ഞാനോ? ഞാൻ ഇന്നതൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ മുന്നിൽ മനുഷ്യന്മാർ കഴിക്കുന്ന ഫുഡ് എന്തെങ്കിലും കൊടുത്തു തന്നാൽ അവർ കഴിക്കുന്നതാണെങ്കിൽ ഞാൻ കഴിക്കും. എനിക്കായിട്ടൊരു ഭക്ഷണ വ്യവസ്ഥ ഇല്ല. അതെന്തായാലും കഴിക്കും. ഈ ബീഫ് കഴിക്കാറുണ്ടോ? ബീഫ് എന്ന് പറഞ്ഞാൽ പശു ഇറച്ചിയാണ്. അതെ. അതിപ്പോൾ എന്താ വെച്ചാൽ പശു ഇറച്ചിയായിട്ട് ഞാൻ കഴിക്കാറില്ല. ഇപ്പോൾ അന്നയുടെ വീട്ടിൽ വന്ന അന്ന എനിക്ക് പശു ഇറച്ചിയാണെങ്കിൽ ഞാൻ കഴിക്കും. പക്ഷെ അപ്പോഴും പശു ആണെങ്കിൽ എനിക്കൊരു പ്രശ്നം എന്താ വെച്ചാൽ അത് വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ എനിക്ക് പശു ആണെന്ന ഫീൽ. അപ്പോൾ പാലിൻ്റെ ഒരു ചുവ, ആടാണെങ്കിൽ ആടിൻ്റെ ഒരു ചുവ ഉണ്ട്. അത് മാംസഭക്ഷണം കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതെനിക്ക് വല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല. എനിക്ക് എന്താ വെച്ചാൽ അത് എൻ്റെ ശരീരം ആക്സെപ്റ്റ് ചെയ്യില്ല. വൊമിറ്റിങ്ങിൻ്റെ ഒരു പോലെ വരും. എന്നാൽ പോലും ഞാൻ തന്ന ആളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് വായിലിടും. അതുകൊണ്ട് ഭക്ഷണത്തിനായിട്ട് കഴിക്കില്ല. പിന്നെ ഇപ്പോൾ സോയിട്ട് നിങ്ങളെ പറിച്ചുമേ ഒന്നും കഴിക്കില്ല. അതാ പറഞ്ഞത്. ഒരാൾ അപ്പോൾ ഇതൊന്നും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഗോമാതാവ് എന്നൊരു കൺസെപ്റ്റ് ഇല്ലേ? എൻ്റെ അമ്മയുടെ പേര് വസന്തകുമാരി എന്നാണ്. ഗോന്നല്ല. പിന്നെ എന്നെ പെറ്റതൊരു മനുഷ്യസ്ത്രീയാണ്. എൻ്റെ അമ്മേൻ്റെ ഒപ്പം നിൽക്കാൻ ആരില്ലാത്തതുകൊണ്ട് എന്താ പറയുക, അമ്മയെ നോക്കാൻ വന്നത് കോച്ചിയമ്മായി എന്ന് പറഞ്ഞിട്ടൊരു ഒരു അച്ചമ്മയാണ്, ഒരമ്മയാണ്. അതെൻ്റെ അമ്മയാണ്. എന്നെ കുട്ടിക്കാലത്ത് ഞാൻ എന്താ വെച്ചാൽ ഒരു അംബിക ടീച്ചർ എന്ന് പറയും, അവിടെ ഒരു പാട്ടും ഡാൻസ് പഠിക്കുന്ന അവരാണ് കുട്ടിക്കാലത്ത് കംപ്ലീറ്റ് അമ്മ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴൊക്കെ എന്നെ കുളിപ്പിക്കാൻ വേണ്ടിയൊക്കെ ചെയ്ത്. അവരൊക്കെയാണ് എൻ്റെ അമ്മ. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അമ്മയുടെ അമ്മായി പുഷ്പമ്മ, അവരെൻ്റെ അമ്മയാണ്. ഞാൻ ജനിച്ച തൊട്ടടുത്ത് തന്നെ പുളൂൽപ്പുര കോളനിയാണുള്ളത്. അവിടുത്തെ ഓരോ നീലിയമ്മായി ആയാലും ശരി, അങ്ങനെ ഓരോരുത്തരും കുഞ്ചിയടത്തി ആയാലും ശരി, ഇവരൊക്കെ കമലെടുത്തി, ഇവരൊക്കെയാണ് എൻ്റെ അമ്മമാർ. ഗോമാതാവല്ല, ഗോ എനിക്ക് മാതാവായിട്ട് തോന്നിയിട്ടില്ല. പാല് തരുന്നതാണെങ്കിൽ ആട്ടുംപാലും ഞാൻ കഴിച്ചിട്ടുണ്ട്, എരുമപ്പാൽ കഴിച്ചിട്ടുണ്ട്. ഇവരൊക്കെ മാതാവുണ്ട്. അപ്പോൾ അതെനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ സ്വതവേ ചില ആൾക്കാർ ഇപ്പോൾ പശുവിൻ്റെ മേത്ത് ദൈവങ്ങളൊക്കെ ഉണ്ട് പാണ്ട്. അത് പശുവിൻ്റെ മേത്ത് മാത്രമൊന്നുമല്ല. ഞാൻ അപ്പോൾ ഈ ശാസ്ത്രം പഠിച്ച ആളല്ലേ. മനുഷ്യരുടെ മേത്തും ദൈവങ്ങളുണ്ട്. ദൈവമില്ലാത്ത ഒന്നുമില്ല. ഈശാവാസ്യം ഇതം സർവം എന്നാണ് ഈ ധർമ്മമാണ്. എല്ലായിടത്തും ദൈവമുണ്ട്. പിന്നെ ഗോ എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥത്തിലുള്ള പ്രശ്നമാണ്. ഗോ എന്ന് പറഞ്ഞാൽ ഗച്ഛതീതി ഗോ എന്നാണ്. ഗച്ഛത് സഞ്ചരിക്കുന്നതാണ് ഗോ. അതാണ് എൻ്റെ അർത്ഥം. നിരുക്തത ഗച്ഛതീതി ഗോ, സഞ്ചരിക്കുന്നത് ഗോ. അപ്പോൾ പശു മാത്രമാണോ സഞ്ചരിക്കുക? സഞ്ചരിക്കുന്നത് എന്താ? ഭൂമി സഞ്ചരിക്കും ഇല്ലേ? ഭൂമി സ്വയം അതിൻ്റെ അച്ചുതണ്ടിൽ കിടന്ന് കറങ്ങുന്നു എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ഇപ്പോൾ ഭൂമി സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഗോ ആണ്. എന്താ അതിനെ പരിപാലിക്കാത്തേ? അതിനെ പരിപാലിച്ച് കഴിഞ്ഞാൽ അത് വോട്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല. പാറ പൊട്ടിക്കാൻ പറ്റില്ല, മണൽ വാരാൻ പറ്റൂല ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ പഠിച്ചാണ് പ്രകൃതി ചൂഷണം നടക്കൂല, മുട്ടിൽ മരമുറി നടക്കൂല. ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഭൂമി ഞങ്ങൾക്ക് വിഷയമല്ല. പിന്നെ ഗോ ആകുമ്പോഴുള്ള ഞങ്ങളുടെ രാഷ്ട്രീയം നടക്കില്ല. അപ്പോൾ വെച്ചാൽ അതാണ് അവിടെ ഗോ. പിന്നെ അടുത്ത ഗോ എന്താണ്? ഗച്ഛതി ഗോ. പിന്നെ ഉള്ളത് വെച്ചാൽ വിശ്വാസപ്രകാരം ആത്മാവ് ഒരു ശരീരത്തിൽ നിന്നും അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ മറ്റൊരു ശരീരത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ആത്മാവ്, അപ്പം ആത്മീയതയിൽ ഗച്ഛതീതി ഗോ എന്ന് പറയുന്നത് ഈ ആത്മാവിനെയാണ്, അല്ലാണ്ട് ഗോ എന്ന് പറയുന്നത് ഇവർ മാതാവിനെയല്ല. ഇവർ മാതാവാവുന്നത് പശുവുമായി ബന്ധപ്പെട്ട ആളുകൾ. പശുവുമായി ബന്ധപ്പെട്ടത് ബ്രാഹ്മണരുടെയൊന്നും ഞാൻ കാണില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ കാർഷിക വൃത്തിയുള്ള അല്ലെങ്കിൽ എല്ലാവരും, ഇപ്പോൾ കേരളത്തിലൊക്കെ സംബന്ധിച്ച് പട്ടികജാതിക്കാർ പോലും നാൽക്കാലികളെയൊക്കെ ഭക്ഷണം കഴിച്ചിരുന്ന വളരെ തുച്ഛം ചില ആൾക്കാർ. പശുവിനെ പിന്നെ ഈ പറയ സമുദായം എന്ന് പറഞ്ഞ സമുദായമുണ്ട്, എസ്-സിയിൽ, ഷെഡ്യൂൾ കാസ്റ്റ്. അതിൽ ചില വിഭാഗക്കാർ മറ്റുള്ളവർ നിർബന്ധിച്ചുകൊണ്ട് എന്തുകൊണ്ടോ ഈ പശുവിൻ്റെ മാംസം കഴിച്ചു എന്ന് പറയണ്ടേ, അത് നിർബന്ധിച്ചിരുന്നത് ഈ ബ്രാഹ്മണരാണ്.